ആ റെഡ് കളർ നേവൽ റിങ്ങിന്റെ അടുത്ത് നമുക്കൊരെണ്ണം അടിക്കണ്ടേ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി. നേരത്തെ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, ഞാനൊന്നും കണ്ടിട്ടില്ലെന്ന്. എൻ്റെ കണ്ണിൽ ഫസ്റ്റ് ഉടക്കിയത് എന്താണെന്നറിയോ? ദേ ഈ നേവൽ റിങ്ങാ. അവൻ ഷർട്ടിന് മുകളിൽ കൂടി അവയിൽ തള്ളവിരൽ കൊണ്ട് ഒന്ന് അമർത്തി പറഞ്ഞു. അവൻ വീണ്ടും അവളുടെ നേവൽ റിങ്ങിൽ തള്ളവിരൽ കൊണ്ടൊന്ന് അമർത്തി. ശബ്ദം വരാതിരിക്കാൻ അവളൊന്ന് മൂളി. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് അവളുടെ ഇടുപ്പിൽ അമർത്തി പിടിച്ചു. അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൾ വിരലുകളിലൊന്ന് ഉയർന്നു പൊങ്ങി. അഭിയേട്ടാ, അവൾ അവൻ്റെ നഗ്നമായ പുറത്ത് അള്ളിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു. അത് കേട്ടതും അവൻ അവളുടെ കഴുത്തിലൊന്ന് അമർത്തി ചുംബിച്ചു. അഭിയേട്ടാ, അവളുടെ ചുണ്ടുകൾ പുലമ്പി. അവൻ അവളുടെ കഴുത്തിൽ നിന്നും തലയുയർത്തി അവളെ നോക്കി. കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച് വിറയ്ക്കുന്ന ചുണ്ടുകളുമായിട്ട് നിൽക്കുകയാണ് അവൾ. അവൻ അവളെ പൊക്കിയെടുത്ത് ടേബിളിലേക്ക് ഇരുത്തി. അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. ആദ്യമായി അനുഭവിക്കുന്ന അവൻ്റെ ചുംബന ലഹരിയിൽ അവൾ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ അമർത്തിപ്പിടിച്ചു. വേദന കൊണ്ട് അവനൊന്ന് നെറ്റിച്ചുളിച്ചു. അവൻ്റെ നെഞ്ചിടിപ്പ് അവൾക്കും അവളുടെ നെഞ്ചിടിപ്പ് അവനും അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുന്ന അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ചിരി വിടർന്നു. അവളുടെ ചുണ്ടിനെ അവൻ സ്വതന്ത്രമാക്കി. അവൾ ശ്വാസമെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് നിറക്കണ്ണുകളോടെ അവനെ നോക്കി. പിന്നെ തനിയെ ചുണ്ടുകളൊന്ന് കൈകൊണ്ട് തുടച്ചു. ആദ്യമായി അവൾ കണ്ട സ്വപ്നം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. അതേപോലെ തന്നെയായിരുന്നു ഇപ്പോൾ നടന്നതെന്ന് അവൾ രണ്ട് കൈകളും അവളുടെ രണ്ട് സൈഡ് മൂന്നിക്കൊണ്ട് അവളെ നോക്കി ശ്വാസം എടുത്തു. ഡോണ്ട് ബി ഷൈ, യു ആർ മൈൻ, ഐ ലവ് യു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ മനസ്സിൽ അവളോടുള്ള വാശിയോ വൈരാഗ്യമോ ഒന്നുമായിരുന്നില്ല, മറ്റെന്തോ ഒരു തരം വികാരമായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവനെ നോക്കാതെ കുനിഞ്ഞിരുന്നു. എടോ, താൻ ഇങ്ങനെ കരയാതെ. ദേ, എനിക്കും കൂടി വിഷമമാകും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. തന്നെ എൻ്റെ ലൈഫ് ലോങ് കൂടെ കൂട്ടണമെന്നാ എനിക്ക് ആഗ്രഹം. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ദേ, തൻ്റെ ഡ്രസ്സൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ആ ഷർട്ടൊന്ന് മാറ്റിത്തന്നാൽ കൊള്ളായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവളുടെ ഡ്രസ്സും എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി. ഇനിയും വെള്ളത്തിൽ ഇട്ടേച്ച് വരല്ലേ, അവൻ പുറത്തുനിന്നും വിളിച്ചു പറഞ്ഞതും ഡോർ ലോക്ക് ചെയ്തിട്ട് ചിരിച്ചു. അവൻ്റെ ഷർട്ട് മാറി അവൾ അവളുടെ ഡ്രസ്സ് എടുത്തിട്ടു. പിന്നെ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് അത് അവന് നേരെ നീട്ടി. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഷർട്ട് തൻ്റെ ശരീരത്തിലേക്കിട്ടു. ഇതിപ്പോ തൻ്റെ ഗന്ധമായല്ലോ, അവൻ ഷർട്ടിലേക്ക് മണപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവളുടെ ശരീരത്തിൽ ഇപ്പോഴും അവൻ്റെ ഗന്ധം പൊതിഞ്ഞിരിക്കുന്നതായി അവൾക്ക് തോന്നി. നമുക്ക് ഇറങ്ങിയാലോ, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവർ ഫയലും മറ്റുമായി പുറത്തേക്ക് ഇറങ്ങി. വെളിയിലേക്ക് ഇറങ്ങിക്കോ, ഞാൻ റൂം ഒന്ന് വെക്കേറ്റ് ചെയ്തിട്ട് വരാം, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. താങ്ക്സ് ഫോർ യുവർ ഫേവർ, എമൗണ്ട് തൻ്റെ അക്കൗണ്ടിലേക്ക് വരും, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആ പെൺകുട്ടിയും തലയാട്ടി. അവൻ ചിരിച്ചുകൊണ്ട് ഹോട്ടൽ റൂം പേയ്മെൻറ്റ് നടത്തിയിട്ട് ഇറങ്ങി. അവർ കാറിലേക്ക് കയറിയതും അവനൊരു കോള് വന്നു. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഓക്കെ, അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. മീറ്റിംഗ് ക്യാൻസലാക്കി, അവൻ അവളെ നോക്കി പറഞ്ഞു. അതെന്താ, അവൾ സംശയത്തോട് ചോദിച്ചു. ആവോ അറിയില്ല, ഓഫീസിൽ ചെന്നിട്ട് വിളിച്ച് ചോദിക്കാം, മറ്റൊരു ദിവസം നടത്താമെന്ന് അവർ പറഞ്ഞ്. അവൾ അതിനൊന്ന് മൂളി. താൻ ഇന്ന് ലീവ് എടുത്തോ, നാളെ വന്നാൽ മതി, അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. പിന്നെ ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നത് തനിക്കതിൽ ചമ്മലൊന്നും വേണ്ട കേട്ടോ. ഞാൻ തന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെയാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാ, അല്ലാതെ താൻ എന്നെ മറ്റൊരു രീതിയിലൊന്നും കാണരുത് കേട്ടോ, അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. അവൾക്ക് തിരികെ എന്തു പറയണമെന്ന് ശരിക്കും അറിയില്ലായിരുന്നു. എനിക്ക് തന്നെ അതിശയം തോന്നി ആ നിമിഷം പ്രതികരിക്കാതെ ഇരുന്നതിന്. ഐ ആം സോറി, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും തൻ്റെ അനുവാദമില്ലാതെ തന്നെ കിസ് ചെയ്തത് തെറ്റായിപ്പോയി. സോറി, അവൻ വീണ്ടും പറഞ്ഞു. അവൾ മൂളി. അവൻ അവളെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്റ്റോപ്പിലേക്ക് ഇറക്കി. നാളെ വരില്ലേ താൻ? വരും സർ. അഭിയേട്ടൻ അങ്ങനെ വിളിച്ചാൽ മതി, എനിക്കത് കേൾക്കാനാ ഇഷ്ടം. എന്നെ എല്ലാവരും സിദ്ധു എന്ന് വിളിക്കുമ്പോൾ അഭിന്ന് താനാ വിളിച്ചത്. അത് ഞാൻ അപ്പോൾ അങ്ങനെ ഐ നോ, താൻ അപ്പോഴത്തെ ഒരു ഫീലിൽ വിളിച്ചതായിരിക്കും, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. വീണ്ടും കേൾക്കാൻ തോന്നുമായിരുന്നു, അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. ഞാൻ പോട്ടെ, അവൾ അത് കേട്ടതും വെപ്രാളത്തോടെ പറഞ്ഞു. ശരി, ടേക്ക് കെയർ, അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് നടന്നു. അവൻ്റെ ചുണ്ടിൽ അവൾക്ക് വേണ്ടി ഒരു പുച്ഛച്ചിരിയായിരുന്നു വിടർന്നതെങ്കിൽ അവളുടെ ചുണ്ടിൽ അവളുടെ അഭിയേട്ടന് വേണ്ടി വിരിഞ്ഞത് നാണത്താലുള്ള ഒരു പുഞ്ചിരിയായിരുന്നു. സോനയെ കൊണ്ട് ഓരോ പണിയും മാറി മാറി ചെയ്യിക്കുകയാണ്. ശരിക്കും പറഞ്ഞ കൊച്ചിന് ഇന്നത്തെ ദിവസം അവൻ റെസ്റ്റ് കൊടുത്തിട്ടില്ല. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, സഹി ഇട്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്താ? ഞാൻ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമൊന്നുമല്ല, ഇങ്ങനെ ഓരോ പണി തീരുമ്പോൾ അടുത്തത് തരാൻ. ഒരു 5 മിനിറ്റെങ്കിലും ഒരാൾക്ക് റെസ്റ്റ് വേണം. റെസ്റ്റ് ഈ കറങ്ങുന്ന കസേരയിലിരുന്ന് അത് നോക്ക്, ഇത് ചെയ്യ് എന്ന് പറയുന്നത് പോലെയല്ല പണിയെടുക്കുന്നത്. അവൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു. തനിക്ക് പറ്റില്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പൊക്കോ. അത് പിന്നെ
എന്താ അത് പിന്നെ? നിനക്ക് നന്നായിട്ടറിയാം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു ജോബ് നിനക്കിനി കിട്ടില്ലെന്ന്. പിന്നെ മോള് ബോണ്ടും സൈൻ ചെയ്തായിരുന്നു. ഓർമ്മയുണ്ടോ ആവോ? ഓർമ്മയുണ്ട്. അപ്പോഴേ പണിയെടുക്ക്. മാസാവസാനം പൈസ എണ്ണി കയ്യിലേക്ക് തരുമ്പോൾ ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറിക്കോളും. കേട്ടോ? എന്നാലും കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ തന്നൂടെ? ഞാൻ രാവിലെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവല്ലേ? നീയല്ലേ പറഞ്ഞത് നിനക്ക് ഓഫീസൊക്കെ കാണണം, ഓഫീസിലെ വഴിയൊക്കെ പഠിക്കണമെന്ന്. അതിപ്പോ അറിവില്ലാത്ത കുട്ടികൾ എന്തേലും പറഞ്ഞു എന്ന് കരുതി മുതിർന്നവർ വേണ്ടേ അതൊക്കെ പറഞ്ഞു തരാൻ? അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. സോറി മോളെ, കൊച്ചുങ്ങൾ എന്തേലും ആഗ്രഹം പറഞ്ഞാ അതങ്ങ് സാധിച്ചു കൊടുക്കണോന്നാ എന്റെ വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞത്. അവനും ചിരിച്ചുകൊണ്ട് തിരികെ മറുപടി പറഞ്ഞു. ഇങ്ങേരെ ഞാൻ എന്റെ മാതാവേ കൺട്രോൾ തരൂ. നിന്റെ ഫ്രണ്ട് പോയിട്ട് വിളിച്ചില്ലേ? അവൻ സംശയത്തോട് ചോദിച്ചു. ആര്? അമ്മുവോ? ഇല്ല, സിദ്ധു സാറിന്റെ കൂടെയല്ലേ പോയത്, പിന്നെന്തിനാ പേടിക്കുന്നേ? ഹിസ് എ ജെന്റിൽമാൻ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉവ്വ, അവന്റെ തനിക്കുണം കാണുമ്പോഴും ഇവളൊക്കെ ഇത് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ ചിലരെ പോലെയല്ല, ഇങ്ങനെ പട്ടിപ്പണിയൊന്നും എടുപ്പിക്കില്ല. അവൾ മുഖം കോട്ടി കാണിച്ചതും അവൻ ചിരിച്ചു. കൊലച്ചിരി ചിരിക്കുന്നത് കണ്ടില്ലേ കാലൻ. നീ എന്തേലും പറഞ്ഞോ? ഇല്ല. ഇപ്പൊ 10 മിനിറ്റ് ആയില്ലേ, പോയി പണിയെടുക്ക്. അവൻ പുരികം പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ഇന്ന് അല്ലെങ്കിൽ വേണ്ട. കൺട്രോൾ സോന, കൺട്രോൾ. നിന്റെ കൊച്ചിന് അപ്പനില്ലാതെയാകും. ദൈവമേ, ഇവിടെ മാത്രമായിരിക്കോ ജോലി ജോലി എന്നും പറഞ്ഞിരിക്കുന്നേ? അതോ വീട്ടിലും ഇങ്ങേര് എന്നെ അടുക്കളപ്പണി ചെയ്യിപ്പിക്കുവോ? എങ്കിൽ നോക്കിക്കോ, ഇങ്ങനെ ഞാൻ ഡിവോഴ്സ് ചെയ്യും. എന്നിട്ട് കുറേ ഫയൽസും ലാപ്ടോപ്പും കൊടുത്തിട്ട് അതിനെ കെട്ടിപ്പിടിച്ചിരുന്നോളാൻ പറയും. ഇങ്ങേരോട് തന്നെ എനിക്ക് ക്രഷ് തോന്നിയല്ലോ. ഇങ്ങനെ കാണുമ്പോൾ അടിവയറ്റിലൊരു വെപ്രാളാ. അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഞാൻ വെറുതെ വിടുന്നേ. സോന മനസ്സിൽ പറഞ്ഞു. പോയി പണിയെടുക്കടി. ഓ പോവാ കാലം തണ്ടി. അവൾ പതിയെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി മുഖം കോട്ടി കാണിച്ചിട്ട് വീണ്ടും അവളുടെ കസേരയിൽ പോയിരുന്നു. അവൾ പോകുന്നത് നോക്കി ചിരിച്ചു. ഓഫീസിലേക്ക് വന്ന സിദ്ധു ചിരിച്ചുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും തരുൺ അങ്ങോട്ടേക്ക് കയറി വന്നു. പോയ കാര്യം എന്തായടാ? ഡീലൊക്കെ സെറ്റായോ? തരുൺ സംശയത്തോട് ചോദിച്ചു. ഏത് ഡീല്? സിദ്ധു ചിരിച്ചു. നീയല്ലേ പറഞ്ഞത് ഏതോ ക്ലയന്റിനെ കാണണം, നീ തന്നെ പോകണോന്നൊക്കെ. എബിൻ വരാത്തത് കൊണ്ടല്ലേ നീ അവളെ കൊണ്ടുപോയത്? തരുൺ സംശയത്തോട് ചോദിച്ചു. മോനെ തരുണേ, അങ്ങനെ ഒരു ഡീലും ഇല്ല, ഒരു ക്ലയന്റും ഇല്ല. വാട്ട്? തരുൺ ദേഷ്യത്തോട് ചോദിച്ചു. ഇവിടുത്തെ എബിൻ മുതൽ ഹോട്ടലിലെ റിസപ്ഷൻ ഗേൾ വരെ ഞാൻ പണം കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടി ചലിച്ച പാവയാണ്. അത് പറഞ്ഞുകൊണ്ട് സിദ്ധു ഉണ്ടായതെല്ലാം അവനോട് പറഞ്ഞു. കിസ്സിംഗ് സീൻ ഒഴിച്ചു. സിദ്ധു, നീ ഇപ്പോൾ ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. എന്ത് മോശം? എനിക്ക് അവളുടെ ഒപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണമായിരുന്നു. അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവളുടെ പ്രീതി പിടിച്ചു പറ്റണം. വേറെ ഉദ്ദേശമൊന്നും എനിക്കില്ല. സിദ്ധു. തരുൺ, നോക്ക്, ഇതെൻ്റെ ലൈഫാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളെ, ആത്മീയ മോഹൻ എന്ന അമ്മുവിനെ, ഞാൻ എങ്ങനെയും ഈ സിദ്ധാഭിഷേകിൻ്റെ ആക്കി മാറ്റിയിരിക്കും. അത് കുറച്ചു ദിവസത്തേക്കോ കുറച്ചു നേരത്തേക്കോ അല്ല, ലൈഫ് ലോങ് അവൾ എൻ്റെ കൂടെ ഉണ്ടാകും. ഈ സിദ്ധുവിൻ്റെ കാൽക്കീഴിൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ അവളെ ഞാൻ കൊണ്ടെത്തിക്കും. സിദ്ധു ദേഷ്യത്തോടെ പറഞ്ഞു. അതിനിടയിൽ എപ്പോഴെങ്കിലും നീ അവളെ സ്നേഹിച്ചാലോ സിദ്ധു? അപ്പോഴോ? തരുൺ സംശയത്തോടെ ചോദിച്ചു. നോ വേ, ഒരിക്കലുമില്ല. അതിനെനിക്ക് കഴിയില്ല. അവൻ നാവുകൾ കൊണ്ട് പറഞ്ഞെങ്കിലും അവൻ്റെ മനസ്സ് അവളിലേക്ക് ഒരു നിമിഷത്തേക്ക് അടുത്തു പോയത് അവൻ ഓർത്തു. അവൻ അവളെ പ്രണയത്തോടെ കിസ് ചെയ്തത് അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. സപ്പോസ് അങ്ങനെ ഉണ്ടായാ നീ എന്ത് ചെയ്യും? ഈ പ്രതികാരം നീ വേണ്ടെന്ന് വെക്കുവോ? തരുൺ വീണ്ടും ചോദിച്ചു. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഈ സിദ്ധുവിൻ്റെ മനസ്സിൽ ആത്മീയയ്ക്കൊരു സ്ഥാനമുണ്ടായാൽ അന്ന് ആ നിമിഷം ഞാൻ അവളുടെ മാത്രം അഭിയേട്ടനായി മാറും. അവൻ മനസ്സിൽ ചിന്തിച്ചു. സിദ്ധു, നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അങ്ങനെ ഉണ്ടായാൽ നീ എന്ത് ചെയ്യും? നീ അവളെ സ്നേഹിക്കുവോ? അത് അപ്പോഴല്ലേ തരുൺ. അങ്ങനെ ഉണ്ടായാലല്ലേ? അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിന്റെ പ്ലാനൊക്കെ വർക്കായി തുടങ്ങിയല്ലേ? തരുൺ ചോദിച്ചതും സിദ്ധു പുച്ഛത്തോടെ ചിരിച്ചു. അപ്പോഴും അവൻ്റെ പെണ്ണിൻ്റെ ഗന്ധം അവനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവൾ വീട്ടിലേക്ക് വന്നതും അവളുടെ മമ്മി മുൻപിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നീ എന്താ ഈ സമയത്ത്? വൈകിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? അവർ സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ മീറ്റിംഗ് ക്യാൻസലായി മമ്മി. അയ്യോ, അതെന്ത് പറ്റി? അറിയില്ല, സാർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഓഫീസില്ലേ? ഉണ്ട്, പക്ഷെ സാർ എന്നോട് പറഞ്ഞു ലീവ് എടുത്തോളാൻ. അതെയോ? എങ്കിൽ നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. അവൾ മുറിയിലേക്ക് ചെന്ന് കുറച്ചു നേരം കട്ടിലിലേക്കിരുന്നു. അവളുടെ ചുണ്ടിൽ എന്തൊക്കെയോ ഓർത്ത് പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഇപ്പോഴും അവൻ്റെ ഷർട്ടിൽ നിന്നുള്ള ഗന്ധം അവളെ പൊതിഞ്ഞു പിടിക്കുന്നതായി അവൾക്ക് തോന്നി. പിന്നെ എഴുന്നേറ്റ് അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ ഉടൻ തരുൺ സോനയും കൂടി കാറിൽ കയറി. സാധാരണ തരുണാണ് സോനയും അവളെയും വീടിനടുത്തുള്ള സ്റ്റോപ്പിൽ ഇറക്കുന്നത്. എന്നാൽ ഇന്ന് അമ്മു ഇല്ലാത്തതുകൊണ്ട് അവർ രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടി, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? കാറിലിരുന്ന് തരുൺ അവളോട് ചോദിച്ചു. പപ്പയും മമ്മിയും. ഓ, അപ്പം നീ ഒറ്റമോളാണോ? അതെ, പപ്പയ്ക്കും മമ്മിക്കും നല്ല ഏജ് ഉണ്ട്. ലേറ്റായിട്ടാണ് ഞാനുണ്ടായത്. മമ്മിയുടെ 40ാമത്തെ വയസ്സിൽ. സോന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, അപ്പം നല്ല ഏജ് കാണുമല്ലോ അവർക്ക്. ഉണ്ട്. പ്രഗ്നൻ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞതാ റിസ്ക് ആണെന്ന്. പക്ഷെ മമ്മി കേട്ടില്ല. മമ്മിക്ക് നിർബന്ധമായിരുന്നു എന്നെ വേണോന്ന്. ദാറ്റ്സ് നൈസ്. നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണോ ആത്മീയ?
അതെ, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. 1-ാം ക്ലാസ് മുതൽ ഒന്നിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒക്കെ. പിന്നെ അവധി ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അവൾ ചിരിച്ചു. സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പയും മമ്മിയും പിന്നെ ഒരു ചേട്ടനും. ചേട്ടൻ മാരീഡാണ്. ഒരു മോളുണ്ട്. ആഹാ, ചേട്ടൻ എന്താ ജോലി? ചേട്ടൻ ഡോക്ടറാണ്. ചേട്ടത്തി നേഴ്സും. മോളിപ്പോൾ പ്ലേ സ്കൂളിൽ പഠിക്കുന്നു. സിദ്ധു സാറായിട്ട് എങ്ങനെയാ? സിദ്ധു ഞാനും നീ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് കളിച്ച് വളർന്നതാ. സിദ്ധുവിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളും. അവരൊന്നിച്ചാ ഞങ്ങളെ പ്രസവിക്കുന്നത് പോലും. എൻ്റെയും സിദ്ധുവിൻ്റെയും ബർത്ത്ഡേ പോലും ഒന്നാ. തരുൺ ചിരിച്ചു. ആഹാ, അത് കൊള്ളാലോ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെക്കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കുന്നതിന് നിനക്കെന്നോട് നല്ല ദേഷ്യമുണ്ടല്ലേ? അവൻ കുസൃതി ചിരിയോട് ചോദിച്ചു. അങ്ങനെ ദേഷ്യമൊന്നുമില്ല, എങ്കിലും ചെറിയൊരു വിഷമം. നിഷ്കളങ്കമായി പറഞ്ഞതും അവൻ ചിരിച്ചു. അതൊക്കെ ഞാൻ വെറുതെ തമാശയ്ക്ക് നിന്റെ ദേഷ്യവും ഈ മുഖം വീർപ്പിക്കലൊക്കെ കാണാൻ വേണ്ടി ചെയ്യുന്നതാ. ഭയങ്കര ക്യൂട്ടാണ് നിന്നെ അപ്പോൾ കാണാൻ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി. സത്യ പറഞ്ഞത് ഭയങ്കര ക്യൂട്ടാണ്ടോ? അവൻ വീണ്ടും പറഞ്ഞതും അവൾ ചിരിച്ചു. അപ്പോഴേക്കും അവൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിരുന്നു. നാളെയും വരണേ, എനിക്ക് പണിയെടുപ്പിച്ച് ക്യൂട്ട്നെസ് കാണാനുള്ളതാ. അവൾ ഇറങ്ങിയതും അവൻ ചിരിയോടെ പറഞ്ഞു. കേട്ടതും അവൾ പുഞ്ചിരിച്ചു. പിന്നെ അവനോട് യാത്ര പറഞ്ഞ് അവൾ അമ്മുവിന്റെ വീട്ടിലേക്ക് നടന്നു. അപ്പോഴും അവളുടെ ചുണ്ടിൽ അവന് വേണ്ടി ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവനും ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു.